ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 3-piece സെറ്റാണ്. ഒരു പീച്ച് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു 3-piece സെറ്റാണ്. ഞാൻ ഇതിൻ്റെ ചെറിയ ഡീറ്റെയിലിംഗിലേക്ക് വരാം. നെക്ക് വി ആണ് കൊടുത്തിരിക്കുന്നത്. ലീഫി പാറ്റേണിൽ ഒരു ബോർഡർ ലൈനും അതിൻ്റെ എൻഡിലായിട്ടൊരു ക്രോഷ്യോ ലേസും കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ നെക്കിൽ നമ്മളൊരു ഓഫ് വൈറ്റ് കളറിലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു സിംഗിൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മളൊരു ലൈൻ പോലെ നെക്കിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെസ്റ്റിലും ആ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെറിയ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 3-piece കട്ടുണ്ട്. നമുക്ക് ഈ 3-piece കട്ടിൽ അവിടെ ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു ബോർഡർ ലൈനും നമ്മളതിൽ പാസ് ചെയ്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ബ്ലോക്ക് ടൈപ്പ് ഫാബ്രിക്സ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറൽസ് ആയിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ്സ് വെച്ചിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു ഇത് വരുന്നത്. അതിൻ്റെ സൈഡ്സിൽ വരുന്നത് നടുവിൽ നോർമൽ ഫ്ലോറൽ ബഞ്ച് ഓഫ് ജയ്പൂർ കോട്ടൺസിൽ സ്ഥിരം കാണുന്ന ആ ഒരു ഫ്ലോറൽ ബഞ്ചിൽ വരുന്ന ഡിസൈനാണ് അടുത്ത ഒരു ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ സെയിം ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഫാബ്രിക്സ് നമ്മൾ സ്ലീവിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ 1/4 ഇഞ്ചിൻ്റെ ബോർഡർ ലൈൻ, താഴെ ക്രോഷ്യോ ലേസ്. ഈ ക്രോഷ്യോ ലേസ് നമ്മൾ താഴത്തെ ടോപ്പിൻ്റെ ഏറ്റവും താഴെയും സെയിം ക്രോഷ്യോ ലേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എ ലൈൻ ടോപ്പാണ് ഇതിന് വരുന്നത്, സ്ലിറ്റഡ് അല്ല. ഈ മിഡ് പോർഷൻ നമ്മൾ ആ 3-piece കട്ടിങ് ഉണ്ടല്ലോ, അതിൻ്റെ മിഡ് പോർഷനിൽ നമ്മൾ ചെറിയ ചുരുക്ക് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി വയറ് കൂടുതലുള്ളവർക്കൊക്കെ ടോപ്സ് ഇട്ട് കഴിയുമ്പോൾ ഒരു ടമ്മി ബൾജിൻ കോൺഷ്യസ് ആയിട്ട് തോന്നും. ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺഷ്യസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ബാക്കും അതുപോലെ തന്നെ 2 കോമ്പിനേഷനിൽ തന്നെയാട്ടോ അതിൻ്റെ ബാക്കും വന്നിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി ആ 2 ടൈപ്പ് ഓഫ് ഫാബ്രിക് ഡിസൈൻ വരുന്നത്. ആ നോർമൽ ഫ്ലവർ ബഞ്ച് ഇവിടെ, ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസ് സൈഡിലുമായിട്ടാണ്. ഇതിൻ്റെ ബാക്കിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ജയ്പൂർ കോട്ടണിൽ ആ സൈഡിലുള്ള ഡിസൈനിലുള്ള ആ പാൻറ്റാണ് ഇതിന്. സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വരുന്നത്. ബാക്ക് ലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും. എന്നിട്ട് നമുക്ക് ഇച്ചിരി വണ്ണം കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വലിച്ചു കെട്ടാനായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട്. താഴെ ആ ഫ്ലോറൽ ഫാബ്രിക്കിൻ്റെ ബോർഡർ കൊടുത്തിട്ട് 1/4 ഇഞ്ചിൻ്റെ ചെറിയ ബോർഡറും ക്രോഷ്യോ ലേസും വരുന്നുണ്ട്. നല്ല ജയ്പൂർ കോട്ടൺ ആണ്. കളർ ബ്ലീഡിങ് ഇല്ല, ഫേഡിങ് ഇല്ല, അങ്ങനെ യാതൊരു ഇഷ്യൂസും ഇല്ലാത്ത ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ദുപ്പട്ട മൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. ഫ്ലോറൽ ബോർഡർ ഉണ്ട്, പ്ലെയിൻ ബോർഡർ ഉണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ആ ഫ്ലവർ ബഞ്ച് ബ്ലോക്ക് പ്രിന്റ് ഉണ്ട്. ബോർഡർ താഴെയും മുകളിലുമായിട്ട് ഫ്ലോറൽ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട ലുക്ക് വരുന്നത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ആൻഡ് കളർ നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. നല്ലൊരു പീച്ച് കളറായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. പ്യോർ വൈറ്റ് ആണ് ഇതിന്റെ ബേസ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1899 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. മീഡിയം ടു 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എത്രയും വേഗം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.